നിലമ്പൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, എപ്പോഴാണ് റോഡ് ഷോ തുടങ്ങുക? വലിയ പ്രകടനമായി പത്രിക സമർപ്പിക്കാനാണോ ബി.ജെ.പിയും എൻ.ഡി.എയും ശ്രമിക്കുന്നത്? റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇതാ അണികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിരവധി പേർ ഇവിടെ ഈ ജ്യോതിപ്പടി എന്ന സ്ഥലത്ത് നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വാദ്യമേശ ഗോളങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റോഡ് ഷോ തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. എൻ.ഡി.എയുടെ ഘടകകക്ഷി നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ബി.ഡി.ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ അവരെ കണ്ടിരുന്ന കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടി തന്നെ, പ്രത്യേകിച്ച് നിലമ്പൂർ നിയമസഭാ മണ്ഡലം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർത്തി കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിനാണ് ബി.ജെ.പി. നേതൃത്വം നൽകുക. പ്രത്യേകിച്ച് മലയോര മേഖല കൂടുതൽ ഉള്ള, മലയോര ജനത കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അത്തരത്തിൽ ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടായിരിക്കും ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രധാന പ്രചാരണ വിഷയം തന്നെ. പ്രത്യേകിച്ച് വന്യജീവികൾ കൂടുതൽ ഉള്ള ഒരു പ്രദേശം, വന്യജീവി ആക്രമണം കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ മാത്രം, അതായത് ജനുവരി മുതൽ ഈ 5 മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം 8 പേരോളമാണ് ഈ വന്യജീവി ശല്യത്തിൽ, വന്യജീവി ആക്രമണത്തിൽ ഇവിടെ അവരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം നേരിടുന്നത്. ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായൊരു നിലപാടുകളോ അല്ലെങ്കിൽ കൃത്യമായ പരിഹാര നടപടികളോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരോ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന എം.എൽ.എയോ ഒന്നും തന്നെ ഇക്കാലയളവിൽ എടുത്തിട്ടില്ല. അതിനു മുൻപ് ഇവിടെ കഴിഞ്ഞ തവണ എൽ.ഡി.എഫിൻ്റെ എം.എൽ.എ പി.വി. അൻവർ ആയിരുന്നു. അതിന് തൊട്ട് മുൻപ് യു.ഡി.എഫിൻ്റെ എം.എൽ.എ ആയിരുന്നു ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു മുൻകാലങ്ങളിൽ ഇവിടെ എം.എൽ.എ ആയിരുന്നത്. നിരവധി വർഷങ്ങൾ അദ്ദേഹം എം.എൽ.എ ആയി തുടർന്നു. അതിനുശേഷം 2 ടൈം ഇപ്പോൾ എൽ.ഡി.എഫിൻ്റെ പി.വി. അൻവർ ആയിരുന്നു. പി.വി. അൻവറും ഇത്തരം വിഷയങ്ങൾ സാധാരണ രീതിയിൽ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന ഒരു പതിവാണ് പി.വി. അൻവറിനും ഉള്ളത്. മലയോര മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ നടപടികൾ അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തുറന്നു കാട്ടുകയും അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി പരിഹാര നടപടികൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ.ഡി.എയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുതന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ നമ്മളോട് സംസാരിച്ചതും. കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ പറയുകയും വാഗ്ദാനം നൽകുകയും മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് അതിനുള്ള പരിഹാരങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് കൃത്യമായ ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ വികസന രാഷ്ട്രീയമാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യം എന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഇടത് വലത് മുന്നണികൾ നൽകുന്നത് പോലുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളതാണ് എൻ.ഡി.എയുടെ കൃത്യമായ ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇപ്പോൾ ഈ മത്സര രംഗത്ത് എൻ.ഡി.എക്ക് വേണ്ടി മത്സരിക്കാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷത്തിൽ കൂടുതലായി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൃത്യമായി തന്നെ നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് ഉള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാർത്തോമാ സഭയുടെ ഇപ്പോൾ പ്രവർത്തകർ അവിടെ എവിടെയായി കൂട്ടം കൂടി നിൽപ്പുണ്ട് എന്നറിയാം. അവരിലേക്ക് പോയി അവരുടെ ആവേശം കൂടി പ്രേക്ഷകരിൽ എത്തിക്കാൻ ശ്രമിക്കുമോ? ശിവദാസ്, കേൾക്കാമെങ്കിൽ അവിടെ എവിടെയായി പ്രവർത്തകർ കൂടി നിൽപ്പുണ്ട്. അവരെല്ലാവരും കൂടി ഒരിടത്ത് ഒരുമിച്ച് വലിയൊരു പ്രകടനമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണല്ലോ നീക്കം. അപ്പോൾ അവരുടെ ആവേശത്തിലേക്ക് പോകാമെങ്കിൽ പ്രേക്ഷകർക്ക് അത് എത്തിക്കാമായിരുന്നു. തീർച്ചയായും ഇപ്പോൾ നിലവിൽ പി.വി. അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന് തൊട്ടു പിറകിലായി തന്നെയാണ് ബി.ജെ.പിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇപ്പോൾ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്നത്. അതിന് ഉള്ള എല്ലാ തയ്യാറെടുപ്പുമുണ്ട്. നിരവധി പ്രവർത്തകർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്താണ് ബി.ജെ.പിയുടെ ഈ ഒരു ലക്ഷ്യം? അതോ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ ഒരു മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും വിജയസാധ്യത തന്നെയാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. 100% വിജയസാധ്യതയോടുകൂടി തന്നെയാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. പ്രവർത്തകരുടെ ഒരു ആവേശം ഒക്കെ എങ്ങനെ? കാരണം ഒരു മലയോര മേഖലയിൽ പ്രവർത്തിച്ച് പരിചയം ഉള്ള ഒരു വ്യക്തി, സീനിയറായിട്ടുള്ള ഒരു നേതാവ്, അതായത് കേരള കോൺഗ്രസിൽ ഏകദേശം 10-40 വർഷത്തിൽ കൂടുതലായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തി ആണ് സ്ഥാനാർത്ഥി. എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തകരുടെ ഒരു ആവേശം ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും പ്രവർത്തകരെല്ലാം സജീവമായ ഒരു നല്ല ആവേശത്തിൽ തന്നെയാണ്. പൂർണ്ണമായിട്ടും പ്രവർത്തകരെല്ലാം നല്ല രീതിയിൽ വന്ന പുതിയ സ്ഥാനാർത്ഥിയെ
പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തകരെല്ലാം സജീവമായിട്ട് തന്നെ ആവേശത്തോടുകൂടി രംഗത്ത് എത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ട്. പ്രചാരണങ്ങളിലെല്ലാം തന്നെ സജീവമായി തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ഉണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും ഇനിയുള്ള ബാക്കിയുള്ള 18 ദിവസം സജീവമായിട്ട് അരിയൻ തലമുറയ്ക്ക് പാർട്ടിയുടെ എല്ലാ സംവിധാനവും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ് ആദിവാസികൾ കൂടുതലായി തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വന്യജീവി ശല്യം നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ മുൻകാലങ്ങളിലുള്ള MLAക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല, പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ആയിരിക്കില്ല പ്രധാനമായും ഇവിടെ ഒരു പ്രചാരണ വിഷയമായി ഉയർന്നു വരിക. തീർച്ചയായിട്ടും നോക്കൂ, കാലങ്ങളായി ഇടതുപക്ഷവും വലതുപക്ഷവും കാലങ്ങളായി ഈ നാട്ടിലെ വോട്ടർമാരെ, പ്രബുദ്ധരായ വോട്ടർമാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലും ആദിവാസി മേഖലയിലും കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ഈ വന്യമൃഗ ശല്യങ്ങളും കൊണ്ട് ഈ നിലമ്പൂർ മേഖല പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും NDAയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഈ വിഷയങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് സജീവമായിട്ട് തന്നെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ മുന്നിലേക്കുണ്ടാവും. കുറേ കാലമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും മലയോര മേഖലയിലെ ക്രിസ്ത്യൻ പ്രതിനിധിയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ഈ കാർഷിക മേഖലയിലും ഈ പറയുന്ന എല്ലാ മേഖലയിലും ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വലിയൊരു വിജയപ്രതീക്ഷ. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. നോക്കൂ, ഈ പ്രവർത്തകർ വികാരവും ആവേശങ്ങളും നോക്കൂ, സജീവമായിട്ട് ഈ സമയം പോലും ഇപ്പോൾ സമയത്തായി 1.25 ഈ 1.25 പോലും ഈ പ്രവർത്തകർ വെയിലും എല്ലാം സഹിച്ചുകൊണ്ട് 100% വിജയശതമാനം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. PV അൻവറിൻ്റെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? അൻവറും കൂടി മത്സരിക്കുന്നുണ്ട് ഇവിടെ. PV അൻവർ നിലമ്പൂർ ഒരു വിഷയമേ അല്ല. നിലമ്പൂർ നിവാസികൾക്കും നിലമ്പൂരിലെ ജനതയ്ക്കും PV അൻവർ എഫക്റ്റ് എന്താണെന്നോ PV അൻവർ എന്താണെന്നോ അറിയുക പോലുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട മത്സരവും BJPയും കോൺഗ്രസും തമ്മിലാണ്. കഴിഞ്ഞ 2 തവണയായിട്ട് PV അൻവർ ആയിരുന്നു ഇവിടെ MLA ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടലുകളോ വികസന പദ്ധതികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണോ? നോക്കൂ, നാടിൻ്റെ മനമറിഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഇന്നോളം PV അൻവറോ ഇടതുപക്ഷ പാർട്ടിയോ ബന്ധപ്പെടുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് നന്നേ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് സാധ്യതയുണ്ട്. ഇനിയും ഇനിയുള്ള കാലങ്ങളിലും BJPക്ക് തന്നെ ഉള്ളൂ സാധ്യത എന്നുള്ള കാര്യം ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇടത് വലത് മുന്നണികൾക്ക് കാര്യമായി ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ജനങ്ങൾ, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുള്ള ജനങ്ങൾ ഇക്കാര്യത്തിൽ വലിയൊരു പ്രതിഷേധത്തിലും രോഷത്തിലുമാണ്. അതെല്ലാം തന്നെ അനുകൂലമായി മാറും എന്നൊരു പ്രതീക്ഷയിലാണ് NDA മുന്നണിക്കുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഈ ജനങ്ങളും പങ്കുവെക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഏതായാലും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. അത് പ്രകടനമായാവും. അണികളൊക്കെയും പ്രവർത്തകരൊക്കെയും അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മര.